ഇവിടെ ആദ്യം നമ്മൾ പഠിച്ചത് ഡേ പ്ലേ ക്രിക്കറ്റ് എന്നുള്ളൊരു ഉദാഹരണം എടുക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും സബ്ജക്റ്റ് എന്താണ്? ദേ എന്നുള്ളതാണ് അല്ലെ. ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ദേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ എന്നാണ് അർത്ഥം അല്ലെ. അവർ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുമ്പോൾ ദേ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇവിടെ ദേ എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് വന്നത് കൊണ്ട് പ്ലേ എന്നുള്ള V1 ആണ് വന്നത്. ദേ പ്ലേ ക്രിക്കറ്റ്, അവര് ക്രിക്കറ്റ് കളിക്കുന്നു. ഈ ഒരു സെന്റൻസ് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഈ പ്ലേ എന്നുള്ള വെർബിൽ നിന്നും ഹെൽപ്പിംഗ് വെർബിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ള സ്റ്റെപ്പാണ് പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ചിട്ടുള്ളത്. എന്താണ് ഹെൽപ്പിംഗ് വെർബ്? V1ന്റെ ഉള്ളിൽ ഏത് ഹെൽപ്പിംഗ് വെർബാണ് ഉണ്ടാവുക? ഡു എന്ന ഹെൽപ്പിംഗ് വെർബാണ് ഉണ്ടാവുക. അപ്പൊ അതാണ് നമ്മൾ രണ്ടാമത് പഠിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ. ദേ ഡു പ്ലേ ക്രിക്കറ്റ്. ദേ ഡു പ്ലേ ക്രിക്കറ്റ് എന്താണ് അർത്ഥം? ദേ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതേ അർത്ഥം തന്നെയാണ് ദേ ഡു പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും. അവര് ക്രിക്കറ്റ് കളിക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്തത്? ആ പ്ലേ എന്നുള്ള വെർബിൽ നിന്ന് ഡു എന്ന ഹെൽപ്പിംഗ് വെർബിനെ പുറത്തേക്ക് എടുത്തു എന്ന് മാത്രം. മൂന്നാമത്തെ സ്ട്രക്ചർ എന്താണ് നമ്മൾ പഠിച്ചത്? ഡു എന്ന ഹെൽപ്പിംഗ് വെർബിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് അഥവാ സബ്ജക്റ്റിന്റെയും അപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഡു ദേ പ്ലേ ക്രിക്കറ്റ് എന്ന് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. എന്താണ് അർത്ഥം? ഡു ദേ പ്ലേ ക്രിക്കറ്റ്, അവര് ക്രിക്കറ്റ് കളിക്കുകയാണോ? ഇനി നാലാമത്തെ രൂപം ഏതാ നമ്മൾ പഠിച്ചത്? ക്വസ്റ്റ്യൻ വേർഡ് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് അല്ലെ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഡു എന്നുള്ളതിന്റെ അപ്പുറത്ത് അഥവാ ഫസ്റ്റ് സെന്റൻസിന്റെ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കുക. ഇവിടെ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? വാട്ട് ഡു ദേ പ്ലേ, എന്താണ് അവർ കളിക്കുന്നത്? വാട്ട് ഡു ദേ പ്ലേ, എന്താണ് അവർ കളിക്കുന്നത്? അതാണ് നാലാമത്തെ രൂപം. ഇനി അഞ്ചാമത്തെ രൂപം നോക്കൂ. ദേ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ഡു നോട്ട് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. പക്ഷെ നമ്മൾ എന്താ ചെയ്ത്? ഷോർട്ട് ആക്കിയിട്ട് ഡോണ്ട് എന്ന് എഴുതിയേക്കാണ്. ദേ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. ദേ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്തത്? ആ ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കി. എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കിയത്? ആ ഡൂന്റെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്തു? നോട്ട് ചേർത്തു. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്താണ്? ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനൊക്കെ നമുക്ക് വേണ്ടത് എന്താണ്? ആ ഒരു വെർബിൽ നിന്ന് ഹെൽപ്പിംഗ് വെർബിനെ പുറത്തേക്ക് എടുത്താലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇനി ആറാമത്തെ നോക്കൂ. ഡോണ്ട് ദേ പ്ലേ ക്രിക്കറ്റ്, എന്താ നമ്മൾ ചെയ്തത്? ആ ഡോണ്ടിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. ഡോണ്ട് ദേ പ്ലേ ക്രിക്കറ്റ്, അവര് ക്രിക്കറ്റ് കളിക്കുന്നില്ലേ? കളിക്കുന്നില്ലേ എന്നുള്ളൊരു നെഗറ്റീവ് ഫോമാണ് അവിടെ വന്നത്. ഏഴാമത് നമ്മൾ പഠിച്ചെന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് എങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. എന്താ ചെയ്തത്? ആ ഡോണ്ടിന്റെ അപ്പുറത്ത് നമ്മൾ വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡിനെ വെച്ചപ്പോ എന്തായി? വൈ ഡോണ്ട് ദേ പ്ലേ ക്രിക്കറ്റ്, എന്തുകൊണ്ട് അവർ ക്രിക്കറ്റ് കളിക്കുന്നില്ല? വൈ ഡോണ്ട് ദേ പ്ലേ ക്രിക്കറ്റ്.